ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അബീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവൻ്റെ വീട് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര. കാരണം ഞാൻ വന്നിട്ട് അവിടെയും പോകണമല്ലോ, മരുമോളല്ലേ. മരുമോളമാരിയല്ല കേട്ടോ, എൻ്റെ മോളമാരിയാണ് അവർ കാണുന്നത്. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മേനെയും പിന്നെ എൻ്റെ അനിയനെയും അമ്മമ്മേനെയും കാണണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ബാക്കി യാത്ര വഴിയേ. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. ബസ്സിൽ ഭയങ്കര ലോങ് ആണ്. പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ ബസ്സിലിരിക്കുന്നതിൽ എനിക്ക് കംഫർട്ടബിൾ ട്രെയിനിൽ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനാക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ കൂടെ പോകണം. അല്ലെങ്കിൽ ഞാൻ സാധാരണ വണ്ടി എടുത്ത് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാറാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ വണ്ടി തന്നെ വരാമല്ലോ, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാനാക്കിത്തരാം, വണ്ടി പാർക്ക് ചെയ്യണ്ട, കാരണം കുറച്ചുകൂടെ നല്ലത് അതാണെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരുമ്പോഴും എൻ്റെ ബ്രദറും ഉണ്ടല്ലോ, അവൻ കൂട്ടാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ പോവാണ്. ആക്ച്വലി 9:15 വണ്ടി, പക്ഷേ ലേറ്റ് ആണെന്ന് കാണിച്ചു. ചെക്ക് ചെയ്തപ്പോൾ ലേറ്റ് ആവും, ഒരു 10:15 കാണിച്ചു. 1 മണിക്കൂറാണ് ഈ വണ്ടി ലേറ്റ്. ഇൻ്റർസിറ്റി ആയിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തി. അച്ഛനൊക്കെ എന്താ പറയുക, കൃത്യനിഷ്ഠേൻ്റെ ആളാണ്. ഈവൻ ഞങ്ങളെല്ലാവരും ഒരു കൃത്യനിഷ്ഠേൻ്റെ ആൾക്കാരാണ്. നേരത്തെ എത്തുക എന്നല്ലാതെ ലേറ്റായിട്ട് എവിടെ ഇതുവരെ പോയിട്ടില്ല. പോകുമ്പോൾ നേരത്തെ എത്താൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഞാൻ അവിടെ എത്തിയത് നേരത്തെ ആയതുകൊണ്ട് തന്നെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റായിരുന്നു. 10:15 എത്തുമെന്ന് പറഞ്ഞ ട്രെയിന് പിന്നെയും ലേറ്റായി. അവസാനം എത്തിയത് 10:10 അങ്ങനെ എങ്ങാണ്ടാണ്. അതുവരെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ലേറ്റാവും, സോറി ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവസാനം ട്രെയിൻ എത്തി. ലേറ്റ് ആയെങ്കിലും ട്രെയിൻ എത്തി. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ കാഞ്ഞങ്ങാട്ടെ വിശേഷങ്ങൾ, അച്ഛനായാലും അമ്മയായാലും എന്നെ വിളിച്ചു ചോദിച്ചു, മോളെ കയറിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അബീൻ്റെ ബ്രദറും എന്നെ വിളിച്ചു ചോദിച്ചു, കയറിയോ, ഞാൻ എപ്പോഴാണ് വരണ്ടേ, അവനെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര കാര്യം കേട്ടോ എന്നെ. കാരണം അവർക്ക് 2 ആൺമക്കളായതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് ഭയങ്കര താല്പര്യമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര അവിടുത്തെ ഒരു കുട്ടി, ചെറിയൊരു കുട്ടീനെ മാതിരി, ഇത്രയും വയസ്സുള്ള എന്നെ ചെറിയൊരു കുട്ടീനെ മാതിരിയാണ് ട്രീറ്റ് ചെയ്യുക. പോയാൽ തന്നെ ഉടൻ ചായ വാങ്ങിത്തരും, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം നമ്മളൊരു കുട്ടീനെ മാതിരി ട്രീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ആ ഒരു കാര്യത്തിൽ ടച്ച് വുഡ് ഭയങ്കര സന്തോഷമാണ്. അത്രയും നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ എത്തിയത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം മനോഹരമായ കാഴ്ചകൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ലേറ്റ് ആയതിൻ്റെ ഇറിറ്റേഷൻ സത്യം പറഞ്ഞാൽ നല്ലോണം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് നേരത്തെ എത്താലോ എന്ന് കരുതിയിട്ടാണ് ഈ മോർണിംഗ് ട്രെയിൻ എടുത്തത്. സാധാരണ ഞാൻ ഈവനിങ് ആണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പോവാറ്. കുറച്ച് നേരത്തെ എടുക്കാമെന്ന് പറഞ്ഞു. അവസാനം നീലേശ്വരം എത്തിയപ്പോൾ പിന്നെയും ട്രെയിന് പിടിച്ചിട്ടു. ആ ദേഷ്യത്തിലാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. എത്താനായി എന്ന് വിചാരിച്ചിട്ട് പിന്നെയും വീഡിയോ പിടിച്ചപ്പോൾ പിന്നെ അവസാനം അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് എടുത്തു. അങ്ങനെ ഇതാണ് നമ്മളുടെ കാഞ്ഞങ്ങാട്. അടിപൊളി സ്ഥലമാണ്, കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ സ്ഥലം കോഴിക്കോട്, ഞാനൊരു സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. എൻ്റെ അബീൻ്റെ ബ്രദറാണ് എന്നെ കൂട്ടാൻ വന്നത്. അവനെനിക്ക് നല്ല ചോറും മീൻകറിയൊക്കെ പാർസൽ വാങ്ങിയിട്ടാട്ടോ വന്നത്. എന്താ പറയുക, എൻ്റെ കുഞ്ഞനിയനാണെങ്കിൽ പോലും എന്നെ നല്ലോണം കെയർ ചെയ്യും. എനിക്ക് ഭക്ഷണം എന്താ വേണ്ടത് ചപ്പം റെഡിയാണ് അവൻ. ഇതുവരെ അതിലൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ട് തരൂല, അല്ലെ വാങ്ങി തരില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഭയങ്കര കാര്യമാണ്. ഇതാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതിപ്പോൾ ഈ ഒരു മാസം ആയതുകൊണ്ടാണ്. ശരിക്കും ആ ജൂൺ ജൂലൈ മാസമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, പച്ചപ്പായിട്ട്. ഇപ്പോൾ പച്ചപ്പൊക്കെ പോയിട്ടാണുള്ളത്, പക്ഷേ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. ഈ വഴി കൂടിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുക. നിങ്ങളെ വീട് ഞാൻ കാണിച്ചു തരാം കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളെപ്പോഴും എൻ്റെ വീട് കഴിഞ്ഞാൽ ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇനി ഒരു ഹാപ്പി പ്ലേസ് തന്നെയാണ്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ഭർത്താവിൻ്റെ വീടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ടെററായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എൻ്റെ കേസിൽ എൻ്റെ ഒരു ഗുഡ് ഡിസിഷനായിട്ട് എൻ്റെ അബിയും അതേപോലെ തന്നെ അവൻ്റെ വീട്ടുകാരും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അവിടെ പോകുന്നില്ല. അവരെല്ലാം എന്നെ അത്രയും നല്ലോണം നോക്കാറുണ്ട്. അതൊരു ജഡ്ജീൻ്റെ വീടാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീട്. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു കൊട്ടാര, ഞങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്കി തന്നു. ഇതാണ് അവൻ്റെ ബ്രദർ, എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വഴിയെ വരാം. ഒരുപാടൊന്നും ഞാൻ എടുക്കില്ല, അവർ ഭയങ്കര ക്യാമറ ഷൈ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഹൗസ് ടൂറൊക്കെ